ശബരിമലയ്ക്ക് വ്രതം നോറ്റിരിക്കുന്ന വിദ്യാർത്ഥികളോട് സ്കൂളിൽ കറുത്ത വസ്ത്രം ധരിച്ച് വരരുതെന്നും യൂണിഫോം ധരിക്കണമെന്നും പ്രധാന അധ്യാപികയുടെ നിർദ്ദേശം. ഇത് ചോദ്യം ചെയ്ത് രക്ഷിതാവിനെ അധിക്ഷേപിച്ചുവെന്നാരോപിച്ച് ഇരിഞ്ഞാലക്കുട ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ എത്തി രക്ഷിതാവ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. ചാലക്കുടി ചായ്പൻകുഴി ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രധാന അധ്യാപികയാണ് കഴിഞ്ഞ ദിവസം സ്കൂളിൽ ഇത്തരം ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഇത് ചോദ്യം ചെയ്യാനെത്തിയ പൂജാരി കൂടിയായ കൊല്ലരേഴത്ത് ശ്രീപീഠം വീട്ടിൽ 45 വയസ്സുള്ള അനീഷിനെ അധ്യാപികയും മറ്റ് സ്റ്റാഫും വസ്ത്രത്തിലൂടെയല്ല പെരുമാറ്റത്തിലൂടെ വേണം മനസ്സ് നന്നാവാനെന്ന് മറ്റും പറഞ്ഞ് അധിക്ഷേപിച്ചുവെന്നും ആരോപിച്ച് അനീഷ് ഇരിഞ്ഞാലക്കുട DEO ഓഫീസിലെത്തി ചൊവ്വാഴ്ച രാവിലെ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. ഭാര്യയും മക്കളുമായി ഓഫീസിലെത്തിയ അനീഷ് DEO ഷൈലയോട് ഇതു സംബന്ധിച്ച് സംസാരിക്കുന്നതിനിടെ കയ്യിൽ കരുതിയ കുപ്പിയിൽ നിന്നും പെട്രോൾ എടുത്ത് ശരീരത്തിൽ ഒഴിക്കുകയായിരുന്നു. ഓഫീസറും ഭാര്യയും ഉടൻ തന്നെ കയ്യിൽ കരുതിയിരുന്ന ലൈറ്റർ എടുത്തു മാറ്റുകയും മറ്റുള്ളവരെ വിവരം അറിയിക്കുകയും ചെയ്തു. ഇരിഞ്ഞാലക്കുട പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി ഇയാളെ ബലപ്രയോഗത്തിലൂടെ കസ്റ്റഡിയിൽ എടുത്തു. ഇത്തരം ഒരു ഉത്തരവ് സംബന്ധിച്ച് പരാതി ഉയർന്ന സാഹചര്യത്തിൽ തന്നെ പ്രധാന അധ്യാപിക അസംബ്ലി വിളിച്ചു ചേർത്ത് യൂണിഫോം നിർബന്ധമാണെന്ന നിർദ്ദേശം പിൻവലിച്ചിരുന്നതായി DEO അറിയിച്ചു. ഇരിഞ്ഞാലക്കുട പോലീസ് കസ്റ്റഡിയിൽ എടുത്ത ഇയാളെ ജനറൽ ആശുപത്രിയിൽ ആരോഗ്യ പരിശോധന നടത്തി. സ്കൂളിൽ ചെല്ലാൻ പാടില്ല, അത് ചോദിക്കാൻ എന്നെ എല്ലാ അധ്യാപകരും ചേർന്ന് എന്നെ ഹട്ട് ചെയ്ത് ഞാൻ ജീവിച്ചിട്ടുണ്ട്. ഇത്രയും ശബ്ദത്തിൽ കേരളത്തിൽ തീർന്നില്ല സാറേ. ഈ മതത്തിന്റെ ഇത്രയെങ്കിലും തീർന്നിട്ട് എന്നെ എല്ലാ അധ്യാപകരും ചേർന്ന് നിന്ന് ഞങ്ങളെടുത്ത തീരുമാനമാണെന്നും പറഞ്ഞിട്ട് ആ തീരുമാനമല്ല സാറേ. എന്നോട് വിളിച്ചിട്ട് പറഞ്ഞേ ഇതൊന്നും കറുപ്പൊന്നും ഇട്ടിട്ടൊന്നും ഒരു കാര്യമില്ല, കറുപ്പ് ഇട്ടത് കൊണ്ട് മാത്രം ആരും നന്നാവാൻ പോണില്ല, ഞങ്ങളുടെ കറുപ്പ് പിൻവലിച്ചാലും നിങ്ങൾ നന്നാവില്ല എന്നാ പറഞ്ഞേ. എങ്ങനെയൊക്കെ എല്ലാവരും കൂടി നിന്ന് എല്ലാ അധ്യാപകരും കൂടി നിന്നിട്ട് എന്തിനാ സാറേ ഇങ്ങനെ കേരളത്തിലാണ് ഇതൊക്കെ നടക്കണേ? ഇത്രയും നടപടികളുണ്ടായിട്ട് കേരളത്തിൽ ഇതുപോലത്തെ ഒരു സംവിധാനം ഇല്ല.